മങ്കടയില് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ വോട്ടും ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം വോട്ട് ചോദിക്കാൻ പോയ ആളുകൾ, ബൂത്തിലിരുന്ന ആളുകൾ അടക്കം ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ വലിയ മാർജിനിൽ വിജയിക്കും എന്നുറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത്രക്ക് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. സത്യത്തില് നമ്മളെ ഈ കുന്നത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു അനുഗ്രഹമായി മാറി. കഴിഞ്ഞ ദിവസം MLA പറഞ്ഞു. അല്ല, അതിന് സംശയമില്ലല്ലോ. ഞങ്ങള് സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ വികാരമുണ്ട്. ആ വികാരം താഴെത്തട്ടിൽ പ്രവർത്തകര് വലിയ ആവേശത്തിലാവും. ആ ആവേശപ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉരുക്കുകോട്ടകളായ ചില പ്രദേശങ്ങളിലടക്കം, ആ പ്രദേശങ്ങളിലടക്കം ബൂത്തിലിരിക്കുന്ന ആളുകൾ വരെ ഇല്ലാത്ത സാഹചര്യം. ബൂത്ത് എന്ന് പറഞ്ഞാൽ അകത്ത ബൂത്തല്ല പറയുന്നത്, പുറത്ത് നമ്മൾ കിട്ടുന്ന ബൂത്തുകളുണ്ട്. അതിനകത്തടക്കം ആളുകൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി പല സ്ഥലത്തും. ഉച്ചയോടുകൂടി പ്രവർത്തകരാരും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ ഏതെങ്കിലും ഒരാളുടെ മുൻപിൽ പണയപ്പെടുത്തി, ആ പണയപ്പെടുത്തിയ ആളുകളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന CPM-ന്റെ അണികൾ എടുത്തിട്ടുള്ള ഉറച്ച തീരുമാനം. ആ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടോ CPM? അതിന് സംശയമില്ലല്ലോ. ഞാനതാണല്ലോ സൂചിപ്പിച്ചത്. നമ്മുടെ ഐക്യജനാധിപത്യം CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചാൽ കിട്ടുന്ന വോട്ട് അല്ലെങ്കിൽ കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയോ? അതാണ് നമ്മളെ ഏറ്റവും അതിലൊരു ചോദ്യം. കിട്ടിയിട്ടില്ല. സ്ഥാനാർത്ഥിന്റെ ഒപ്പം നടന്നോലും ചെയ്തിട്ടില്ല എന്നാണോ കോൺഗ്രസ്? അല്ല, ഞാൻ പറഞ്ഞ ബൂത്തിലിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ? പ്രവർത്തകരാണ്. ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നതിന് സംശയമില്ല. ഒപ്പം രാവും പകലും ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ ചുവപ്പ് പട്ട് പുതപ്പിച്ച ചില ആളുകളുണ്ട്. അവരടക്കം ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാകും എന്ന് തോന്നിയപ്പോ അവരുടെ ഫാൻസും ഇതിനകത്ത് കൃത്യമായി കാലുവാരിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ സഹപ്രവർത്തകൻ VSV ഒക്കെ നല്ല വിജയമാണ് കാഴ്ചവെച്ചത്. എന്താണ് ജോയിയുടെ വിജയം എന്ന് പറയുന്നത്? റിയൽ കേരള സ്റ്റോറിയാണ്. മലപ്പുറത്തിന്റെ മതേതര മനസ്സിനെ ചോദ്യം ചെയ്യാൻ, മലപ്പുറത്തിന്റെ മതേതര മനസ്സിന് വ്രണമുണ്ടാക്കാൻ അതിന് ശ്രമിച്ചിട്ടുള്ള ചില വർഗീയവാദികളുണ്ട്. ആ വർഗീയവാദികളുടെ മുൻപിൽ മലപ്പുറം ഒരു വർഗീയവാദിയുടെയും കാൽച്ചുവെട്ടിൽ വർഗീയതക്കെതിരാണ്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിലുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് തെളിയിക്കുന്ന വിജയമാണ് പ്രിയപ്പെട്ട ജോയി നേടിയത്.